സമരം 19ാം ദിവസത്തിലേക്ക് കടന്നിട്ടും ആവശ്യങ്ങൾ പരിഗണിക്കാതെ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തുടരുന്ന സമരത്തിനെതിരെ ബദൽ സമരവുമായി CITU ഇന്ന് സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തും. രാഹുൽ ജി നാഥ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് 19ാം ദിവസമായിരിക്കുന്നു. ഇനിയും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല, അധികൃതർ ഒരുക്കമല്ല എന്നതാണ്. ഒപ്പം ബദൽ സമരം കൂടി ഇതേ സ്ഥലത്ത് നടക്കുമ്പോൾ അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? മോദി അത് തന്നെയാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത്. കാരണം 19ാം ദിവസത്തേക്ക് സമരം കടക്കുമ്പോൾ അതിന് ഇത്രമാത്രം പിന്തുണ ലഭിക്കുമ്പോൾ, പല ഇടങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുമ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും, ഒരു സമവായ നീക്കത്തിന് പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇടപെട്ടത് ഒരു പക്ഷേ ആദ്യ ഇടപെടൽ ഉണ്ടായത് 9 ദിവസങ്ങൾക്ക് ശേഷമാണ്. 9 ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്നത് പോലെ ആദ്യ കുടിശ്ശിക നൽകുന്നു. ശേഷം ഇന്നലെ മറ്റ് കുടിശ്ശിക കൂടി നൽകി ഇൻസെൻറ്റീവും നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ സമരക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുടിശ്ശികയ്ക്ക് വേണ്ടിയല്ല സമരം ചെയ്തതിനപ്പുറത്തേക്ക് ഉള്ള മറ്റ് അവകാശങ്ങൾക്ക് വേണ്ടി, അവർ ഉയർത്തുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോദി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു സമവായ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഈ സമരത്തെ പല രീതിയിൽ ആക്രമിക്കുകയും പല രീതിയിൽ പരിഹാസപൂർവ്വം സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത്തരത്തിൽ പിന്നിൽ പല സംഘടനയുമുണ്ട്, അപ്രസക്തമായ പല സംഘടനയും ഉണ്ടെന്ന് പറയുന്നു. അത്തരത്തിൽ ഈ പറയുന്നത് പോലുള്ള പല കാര്യങ്ങളും ഇതുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എന്തായാലും ഈ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൽ 19 ദിവസമായി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർ രാപ്പകൽ സമരമാണ്, ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴും ഈ സമയത്ത് പോലും ആളുകൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, ഇപ്പോൾ ഇൻസെൻറ്റീവും കുടിശ്ശികയൊക്കെ തന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സമവായ നീക്കമായത് കാണാമോ, അതോ സമരം അവകാശങ്ങൾക്ക് വേണ്ടി തുടരുകയാണോ? ഇല്ല, അത് സർക്കാരിൻ്റെ ഇത് സമരത്തിനോടനുബന്ധിച്ചൊന്നുമല്ല. പക്ഷേ നമ്മൾ 10ാം തീയതി സമരം ചെയ്തു, 20ാം തീയതി നമുക്ക് ഓണറേറിയം വന്നു, 23ാം തീയതി ഇൻസെൻറ്റീവ് വന്നു, 25ാം തീയതി ഓണറേറിയം ഇൻസെൻറ്റീവ് ഒറ്റ നിമിഷത്തിൽ വന്നു. ഇത് സർക്കാരിന് ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ സമരം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഇത് വരുന്നില്ല. കഴിഞ്ഞ 17 വർഷമായിട്ട് 3-4 മാസങ്ങൾക്കുള്ളിൽ വരുന്ന ഓണറേറിയം ഇൻസെൻറ്റീവും ഈ 10 മുതൽ 25ാം തീയതി വരെ വരണമെങ്കിൽ അത് നമ്മുടെ കഠിനാധ്വാനമാണ്. ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. എന്നാൽ ഈ സമരം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഇത് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടിയാൽ പോരാ, ഇത് സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച വലിയൊരു കാര്യമാണ്. ആശ്വാസമായി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആശ്വാസമായിട്ട് തന്നെയാണ് കാണുന്നത്, ഈ സമയത്ത് പ്രത്യേകിച്ചും. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ അത് നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഇവിടെ പോകുന്നുള്ളൂ. കാരണം ഈ 19ാമത്തെ ദിവസം ഇന്ന് ആരംഭിക്കുമ്പോഴും 19 ദിവസം ഇവിടെ കിടക്കുന്ന വ്യക്തികളുണ്ട്, പോയി വരുന്ന വ്യക്തികളുണ്ട്. ഈ പൊരി വെയിലത്ത് ഈ കൊതുകിൻ്റെ കടിയും കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കിടക്കുമ്പോൾ സർക്കാർ പറയുന്നത് കൊതുക് കടിയേറ്റാൽ ഡെങ്കിപ്പനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. ഞങ്ങൾക്ക് ഈ സാധാരണ ആശമാർക്ക് ഡെങ്കിപ്പനിയൊന്നും ഉണ്ടാവില്ലേ? ഈ രാത്രി കാലങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ലേ? ആശങ്കയുണ്ട് ചേച്ചി. ബദൽ സമരവുമായി വരികയാണ് CITU, അതിനെങ്ങനെ കാണുന്നു? ബദൽ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ആശമാർ ഇവിടെയാണ് ഇരിക്കുന്നത്. പല പഞ്ചായത്തിലും കോർപ്പറേഷനിലും പല വാർഡുകളിലും ഒരു വാഹനം പിടിച്ചിട്ടുണ്ട്. 2 ആശയാണ് അവിടെ ഉള്ളത്. ഒരു വാഹനം വേണമോ സാർ 2 ആശയ്ക്ക് വരാൻ? പല സ്ഥലങ്ങളിൽ ഈ ആശ ഈ സമരത്തിനോടനുബന്ധിച്ച് ഇവിടെ താമസിക്കുന്നവരാണ്. അവർ വിളിച്ചിരിക്കുന്നത് ഓരോ വാർഡിൽ നിന്നൊരു വാഹനമാണ്. എങ്ങനെ ഇതിനെ കാണാൻ? അതായത് ഇപ്പോൾ പരിഹാരമില്ലെന്ന് മാത്രമല്ല, മറ്റൊരു സമരം, ബദൽ സമരം, ഇതൊരു പ്രഹസന സമരമാണെന്ന തരത്തിൽ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മറ്റൊരു സമരം ഉണ്ടാകുകയാണ്. ബദൽ സമരം അവർ തീർച്ചയായിട്ടും സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മനോവീര്യത്തെ തകർക്കാനാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ മനോവീര്യം തകർക്കില്ല. ഞങ്ങൾ വിജയം കണ്ടിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഇത് ഞങ്ങൾക്ക് തന്നത് അവരുടെ ഔദാര്യമല്ല, ഞങ്ങൾ ജോലി ചെയ്ത കൂലിയാണ് ഞങ്ങൾക്കിപ്പം തന്നത്. ഇപ്പം അവർക്ക് തരാം ഇവിടുന്ന് കാശുണ്ട്, കേന്ദ്രം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ 2 ദിവസം ഞങ്ങൾക്ക് ഇന്നേ വരെ ഓണററി ഇൻസെൻറ്റീവ് ഒരുമിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സമരത്തിന് വന്നപ്പോൾ ഓണററി ഇൻസെൻറ്റീവ് അവർ ഒരുമിച്ച് തന്നു. കാശില്ലാന്ന് പറഞ്ഞത് എവിടെ നിന്ന് വന്നു? ഒരിക്കലും ഞങ്ങളുടെ മനോവീര്യം തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുന്ന് വിജയം കണ്ടിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ.
അത് തന്നെയാണ് മോത്തി. അതായത് ഈ സമരത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കിട്ടേണ്ട കുടിശ്ശികയെങ്കിലും കിട്ടിയത്. അപ്പോൾ സമരം തുടരുന്നു. ഓണറേറിയം 21,000 രൂപയാക്കണം. പെൻഷൻ ആനുകൂല്യം, പെൻഷൻ വിരമിക്കുമ്പോൾ 62-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ നൽകണം. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അത് ഇപ്പോഴും ഉറപ്പായി പറയുകയാണ്. അതിനോടൊപ്പം ബദൽ സമരം വന്നാലും ഈ സമരവീര്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അപ്പോഴും സർക്കാരിൻ്റെ മനോഭാവവും അവരുടെ സമരവീര്യത്തെ ഉയർത്തുന്നുണ്ട്. അതായത് ഈ അവഗണനയൊക്കെ മറികടന്നുകൊണ്ട് ഈ കുടിശ്ശിക ലഭിച്ചതുപോലെ അവകാശങ്ങൾ ലഭിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഇവർ ഈ 19-ാം ദിവസവും ഇവിടെ ഇരിക്കുന്നത്.